ശ്ലോകം 10. ഏവം ഭക്താൻ മുക്തജീവാനപി ത്വം. ഹേ ഗുരുവായൂരപ്പ, മേൽപ്പത്തൂര് ദശകം ഉപസംഹരിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. മുക്തജീവാൻ ഭക്താൻ, ഭക്താൻ മുക്തജീവാൻ, രണ്ടു വിധത്തിലും പറയാം. ഭക്തന്മാരെ മോചിപ്പിച്ച ജീവനോടുകൂടിയവരായി. ത്വം മുഗ്ധാവാംഗൈ, തൻ്റെ അവാംഗ വീക്ഷണം കൊണ്ട്, മനോഹരമായ വീക്ഷണം കൊണ്ട്. അസ്തരോഗാം സ്തനോഷി, രോഗങ്ങളില്ലാത്തവരായി, രോഗങ്ങൾ അസ്തമിച്ചവരായി തനോഷി ചെയ്യുന്നു. ഹേ ഭഗവാൻ, ഈ വിധത്തിൽ അങ്ങ് മരിച്ചുപോയതായ ആൾക്കാരെ പോലും, ഭക്തന്മാരെ ആശ്രയിച്ച് ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? മുക്ത അപാംഗൈഹി, തൻ്റെ മനോഹരമായ ആ കടക്കണ്ണോട്ടം കൊണ്ട്, ശ്രീ കടാക്ഷം കൊണ്ട്. അസ്തരോഗാൻ തനോഷി, ഒരു രോഗവും ഇല്ലാതെ, ആ വിഷം അവരെ ബാധിക്കാതെ കണ്ട് ചെയ്യുന്നു. അത്രമാത്രമാണോ? അല്ല, അവർക്ക് പരമാനന്ദത്തെ പോലും അങ്ങ് പ്രദാനം ചെയ്യുന്നു. ഹേ വായുഗേഹാദിവാസ, എല്ലാ ദശകത്തിലും വരുന്ന ഒരു പദമാണിത്. മിക്കപ്പോഴും ഒടുവിലാണ് വരിക, ചിലപ്പോൾ ഇടയിലും വരാറുണ്ട്. വായുദേവൻ, വായുദേവൻ്റെ ഗേഹം, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട ഗേഹം ഗുരുവായൂർ. ആ ഗുരുവായൂർ വാസസ്ഥാനമായി എടുത്തിട്ടുള്ള ആൾ ഗുരുവായൂരപ്പൻ. അത് സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വായുവുണ്ട്, പ്രാണൻ. ആ പ്രാണൻ വസിക്കുന്ന ഗേഹം, അതാണ് നമ്മൾ ഓരോരുത്തരും, ഈ ശരീരം. ആ ശരീരത്തിൽ അധിവസിക്കുന്നവൻ ആത്മാവ്. ആത്മാവ് ഭൂമിയിലിരിക്കുന്ന കാലം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നു, അത് കഴിഞ്ഞ് ഇതിനങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ പോക്ക് പോവും. ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഈ രണ്ടർത്ഥം ഞാൻ ചോദിക്കും, പിന്നീട് പഠിച്ചുകൊള്ളണം. രണ്ടർത്ഥം. ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഗുരുവായൂരപ്പൻ തന്നെ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. സ്ഥൂലാർത്ഥം വാക്കുകളുടെ അർത്ഥം തന്നെ. വായുദേവൻ. ഗുരുവിനെ തൽക്കാലം വിട്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട ഗേഹം, ഗൃഹം ഗുരുവായൂർ. അതിൽ അധിവസിക്കുന്നവൻ, താമസിക്കുന്നവൻ ഭഗവാൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം നമ്മുടെ ഉള്ളിലുള്ള വായു, പ്രാണൻ. ആ പ്രാണൻ്റെ ഗേഹം നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ അധിവസിക്കുന്നവൻ ആത്മാവ്. അപ്പോൾ ഗുരുവായൂരപ്പന് നമ്മുടെ ആത്മാവും ഒന്ന് തന്നെ എന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം താദൃക് ഭൂതസ്ഫീതകാരുണ്യഭൂമ, അപ്രകാരം വർദ്ധിച്ചതായ കാരുണ്യത്തോടു കൂടിയവൻ, കാരുണ്യ ഭൂമാവായിരിക്കുന്നവൻ. അതാണ് മരിച്ചവരെ പോലും ജീവിപ്പിച്ച് ആനന്ദം നൽകുന്നതായ കാരുണ്യത്തോടു കൂടിയവൻ ആയ അങ്ങ് എൻ്റെ കാര്യം കൂടി നോക്കണേ എന്നാണ് പറയുന്നത്. മാം രോഗാത് പായാഹ, എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. 54 ദിവസമായി ഞാൻ അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷേ രോഗത്തിന് ശമനമില്ല. ഇടയ്ക്ക് ശമനമില്ല എന്ന് പറയാൻ വയ്യ, ഇടയ്ക്ക് ശമനം വരും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടുമിരിക്കുന്നു. ഇങ്ങനെ ആയാലെങ്ങനെയാണ്? ഇത് എന്നാ മുഴുവൻ പോകുക എന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാൻ എവിടേക്കെങ്കിലും നോക്കി നിൽക്കും. ഇപ്പോൾ രോഗം മുഴുവൻ മാറ്റാറായിട്ടില്ല, ഭഗവാൻ അറിയാതെ. ഭട്ടവാദ മുനിയുടെ തന്നെ സങ്കല്പം എന്തായിരുന്നു? 100 ദശകം എന്നാണ് സങ്കല്പം. അതായത് ഋഗ്വേദത്തിന് 100 അധ്യായങ്ങളാണ്. ആ 100 അധ്യായങ്ങൾ ഇവിടെ 100 ദശകങ്ങളായിട്ട് ഭഗവാന് ഈ ഭാഗവതം സംഗ്രഹിച്ച് സമർപ്പിക്കണമെന്നാണ്. അപ്പോൾ അതാവണ്ട് ഇപ്പോൾ 54 ആയിട്ടുള്ളൂ. അത് ഭഗവാൻ പറയില്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ്, ഇത്രമാത്രം മനസ്സിലാക്കുക. താദൃഗ്ഭൂതസ്ഫീത കാരുണ്യഭൂമ, വർദ്ധിച്ചതായ കാരുണ്യത്തോടു കൂടിയവനാണ് ഈ ഭഗവാൻ. നമ്മളെ എപ്പോഴും രക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ പ്രാരബ്ധത്തിന് എന്തു ചെയ്യാൻ സാധിക്കും? കുന്തിദേവിയും പാഞ്ചാലിയും ഒക്കെ ഭഗവാൻ ഭക്തന്മാരല്ലേ, ഭഗവത് ഭക്തന്മാരല്ലേ? അവർക്ക് സാധിച്ചു? ഇല്ല. എങ്കിലും ഭഗവാൻ ഒടുവിൽ അവരെ സഹായിക്കാനായിട്ട് എത്തിയില്ലേ. ആദ്യമൊക്കെ കുറച്ച് അനുഭവിക്കേണ്ടി വന്നു, പക്ഷേ പിന്നീട് എത്തു. അതുപോലെ താതൃ ഭൂതസ്ഫീത കാരുണ്യഭൂമ, വർദ്ധിച്ചതായ ആ കാരുണ്യം കൊണ്ട് അങ്ങ് എൻ്റെ രോഗത്തിനെയും മാറ്റിത്തരണമേ. പ്രാരബ്ധമാണെന്നൊക്കെ എനിക്കറിയാം, ഭഗവാന് മറ്റേ ഭട്ടവാദമുനിക്കറിയാം തൻ്റെ പ്രാരബ്ധമാണിത്. ആ പ്രാരബ്ധം കൊണ്ടാണ് ഗുരുവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രോഗത്തിനെ ഏറ്റുവാങ്ങാൻ തോന്നിയത്. ഇതാണ്, ചോദിച്ചു മേടിച്ചതാണിത്. ഇതാണ് കർമ്മവിഭാഗദാനം എന്ന് പറഞ്ഞാൽ ഒരു ദാനമുണ്ട്. അത് നടത്തിയിട്ട് ആ കർമ്മവിഭാഗദാനത്തിലൂടെ അച്യുതപിഷാരരുടെ രോഗത്തിനെ ഇദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം മാറി, ഇദ്ദേഹത്തിൻ്റെ രോഗം വന്നു. ഇദ്ദേഹം നല്ല എന്താ പറയേണ്ടത്, ഭഗവാനെ സാക്ഷാത്കരിച്ച ആളാണെങ്കിലോ ബാധിക്കില്ല. ഇപ്പം ആ വിധത്തിൽ ആത്മതത്വം അനുഭവമാകാത്ത ആൾക്കാർക്ക് അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അങ്ങ് ഭൂതസ്ഫീത കാരുണ്യ ഭൂമാവാണെന്ന് എനിക്കറിയാം. ആ വർദ്ധിച്ച കാരുണ്യം എന്നിലും ഉണ്ടാകണമേ, എന്നെ ഈ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദശകം ഉപസംഹരിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.